it's the first time I do this. Yeah? Oh my god. എൻ്റെ ബൈക്ക് റിപ്പയർ ചെയ്ത് തന്ന ആൾക്ക് ഇന്ത്യൻ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ബ്ലൂബെറി കപ്പ് കേക്കാണ് ഞാൻ ഉണ്ടാക്കി കൊടുത്തത്. പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം നെയ്ച്ചോറും വറുത്ത ചിക്കൻ കറിയും പിന്നെ സ്നാക്കായിട്ട് കുറച്ച് പഴംപൊരി ഉണ്ടാക്കി കൊടുത്തായിരുന്നു. ഞങ്ങൾ ഈ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മാറി വേറെ സ്ഥലത്തേക്ക് പോകുകയെന്ന് അയാളുടെ അടുത്ത് പറഞ്ഞപ്പം അയാൾ എനിക്കൊരു ദിവസം മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, ട്രഡീഷണൽ ഡച്ച് ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നിങ്ങൾ കഴിക്കുമോയെന്ന്. കേൾക്കേണ്ട താമസം തുള്ളിച്ചാടി പുറപ്പെട്ടു. അത് മേടിക്കാൻ ചെന്നപ്പോൾ ഞങ്ങളുടെ അടുത്ത് പ്രത്യേകം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതുപോലെ നെയ്ബേഴ്സിന് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നത് ഡച്ച് കൾച്ചറിൻ്റെ ഭാഗമേ അല്ല എന്ന്. It's the first time I do this. Yeah? Oh my god. It is not normally, you know. Yeah. I like you. Oh, thank you. No problem. This is snack. It is 2 times stamppot andijvie. Really traditional food. ഓണസ്റ്റ്ലി അത് കേട്ടപ്പോൾ സന്തോഷമായി. ഒരു പുതിയ രാജ്യത്തേക്ക് വരുമ്പോൾ ലാംഗ്വേജ്, കൾച്ചർ, പീപ്പിൾ എല്ലാം അൺഫെമിലിയർ ആയിരിക്കും. പക്ഷേ ഇങ്ങനെ ചെറിയ ചെറിയ ജസ്റ്റേഴ്സാണ് ആ പ്ലേസിനെ മനോഹരമാക്കുന്നത്. കേരളത്തിൽ നിന്ന് വന്ന ഞങ്ങളുടെ കൾച്ചർ ഫുഡ് കൊണ്ട് ലവ് എക്സ്പ്രസ് ചെയ്യുന്നത്, ഇവിടെ അപ്രിഷ്യേറ്റ് ചെയ്യപ്പെടുന്നത് കാണുമ്പോൾ വേറൊരു സന്തോഷം. ഫുഡ് റിയലി കണക്ട്സ് പീപ്പിൾ ബിയോണ്ട് ലാംഗ്വേജ് ആൻഡ് കൾച്ചർ. ഫ്രം കേരള ഫ്ലേവേഴ്സ് ടു ഡച്ച് കംഫർട്ട് ഫുഡ്.